സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരുന്നു. വയനാട്, ഇടുക്കി ജില്ലകൾ ഒഴികെ 12 ജില്ലകളിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് തുടരും. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അബ്ദുൾ റഹീം, പാലക്കാട് നിന്ന് സച്ചിൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്ക് പോകാം. അബ്ദുൾ റഹീം, കൊച്ചിയൊക്കെ ചുട്ടുപൊള്ളുകയാണ്, പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ വലിയ ബ്ലോക്കുകളൊക്കെ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ബ്ലോക്കുകളിലൊക്കെ ഇരുചക്ര വാഹനക്കാരൊക്കെ നിൽക്കുക എന്നുള്ളത് അതിലേറെ ശ്രമകരമായ ഒരു കാര്യമാണ് നിലവിൽ. എന്താണ് ജില്ലയിലെ ആകെ മൊത്തമുള്ള ഒരു അവസ്ഥ? ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊച്ചിയിൽ ചൂട് അതികഠിനമാകുന്നു എന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഈ ഓൺലൈൻ ഡെലിവറിക്കാരൊക്കെ ഉണ്ട്, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഏറ്റവും അധികം ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നമ്മൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തേടി ഇറങ്ങിയതാണ്. പക്ഷേ ഈ ഹോട്ടലുകളുടെ മുന്നിലൊന്നും കാര്യമായി ഈ സ്വിഗ്ഗിക്കാരെ കാണാത്തൊരു സാഹചര്യമാണ് നമുക്കുണ്ടായത്. ഏതായാലും നിലവിൽ ചില ഓട്ടോക്കാരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ ചൂട് വലിയ രീതിയിൽ കൂടുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെ പോകുന്നു? വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെയാണ് കുളിച്ചിട്ട് വന്നത്. അല്ലാണ്ട് രക്ഷയില്ല ഇവിടെ ഓടാൻ. ആകെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ പാലത്തിനടിയിലാണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും പുറത്ത് പോകുമ്പോൾ വളരെ അധികം ചൂടാണ്. വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കണേ. വളരെ ഈ ചൂടൊക്കെ എങ്ങനെ പോകും? ഭയങ്കര വലിയ ചൂടാണല്ലോ ഇപ്പോൾ. ചൂട് എങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് കൂടുതലാണ്. ഇനിയും ചൂട് കൂടുമെന്നാണ് പറയണത്. മഴയില്ല. ഈ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? എങ്ങനെയാണ്? ആള് കുറവാണ് പോകുന്നത്. ചൂട് കൂടുതലാണ്. ആള് ഉച്ചയാകുമ്പോൾ ഇറങ്ങണല്ല. ഈ ടാക്സികളിലേക്ക് കയറാണല്ലോ, ഈ കാറുകളിലേക്കൊക്കെ അല്ലേ? എല്ലാവരും പോരാണെങ്കിൽ കാറിലേക്ക് പോണ്. പിന്നെ ഓട്ടം കാരണം കുറവാണ്. ചൂട് കൂടുതലാണ്. ഇനിയും കൂടുമെന്നാണ് പറയണത്. ഇപ്പം 37 ഉണ്ട്. അതുതന്നെയാണ് ശ്യാമിൽ, ഈ കൊച്ചിയിൽ വളരെയധികം ഈ നിരവധി ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെയുള്ള ഇതാണ് കൊച്ചി. പക്ഷേ അങ്ങോട്ടൊക്കെ ഈ പ്രധാനമായി ഈ ഓട്ടോക്കാരൊക്കെയാണ് അവർ ഈ എത്തുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇട്ട് പോകുന്നത്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഈ ചൂട് കൂടിയതാണ് പലരും ഓട്ടോയിൽ കയറാൻ മടിക്കുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഓട്ടോ പറയുന്നത്. പ്രധാനമായി മറൈൻ ഡ്രൈവിലൊക്കെ ഇപ്പോൾ ആളുകളുണ്ടോ? ഈ നട്ടുച്ച വെയിലൊക്കെ ആളുകൾ പോകുന്നുണ്ടോ? ഫോർട്ട് കൊച്ചി മേഖലയിലൊക്കെ എങ്ങനെയാണ്? ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നുണ്ടോ ഇപ്പോൾ? ശ്യാമിൽ, ഈ മേഖലയിലൊക്കെ തന്നെ, അതായത് ഒരു 11 മണിക്ക് ശേഷം അതികഠിനമാണ് ചൂട് എന്ന് തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും ഈ 11 മണി സമയത്തൊക്കെ ഈ വെക്കേഷൻ ടൈമാണ്. സ്വാഭാവികമായും ഈ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവ് മേഖലയിലൊക്കെ തന്നെ ഈ ആളുകൾ, അതായത് കുട്ടികളുമൊക്കെ ആയിട്ട് ആളുകൾ എത്തുന്ന സമയങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അവിടെ ആളുകളുടെ എണ്ണത്തിലൊരു കുറവുണ്ട്. പിന്നെയും ആളുകൾ എത്തുന്നത് വൈകുന്നേരത്തിന് ശേഷമാണ്. അതായത് ഒരു 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെയാണ് പലയിടങ്ങളിലേക്കുമൊക്കെ ആളുകൾ എത്തുന്നത്. ബീച്ചിൽ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ. കാരണം ഈ പകൽ സമയങ്ങളിൽ, അതായത് ഒരു 11 മണിക്ക് ശേഷം 11 മണി മുതൽ ഏകദേശം ഒരു 4 മണി വരെയൊക്കെ അതികഠിനമാണ് എന്ന് തന്നെയാണ്. ഉഷ്ണം ആ രീതിയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. പലരും പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിയർത്തൊലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ സ്വിഗ്ഗിയൊക്കെ ഓടുന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം അവരൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഓർഡർ കിട്ടിയതിനനുസരിച്ച് ഈ കടകൾക്ക് മുന്നിലേക്കൊക്കെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. അതിനുശേഷം അവർ എവിടെ നിന്നാണോ ഓർഡർ വന്നത് അവിടേക്കും കൂടെ പോകേണ്ടതാണ്. തീർച്ചയായും അവരൊക്കെ ഈ ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അബ്ദുൾ റഹീം അവിടെ നിന്ന് പറയുന്നത്. ഞാൻ പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് സച്ചിൻ വള്ളിക്കാടുണ്ട്. സച്ചിനെ, അബ്ദുൾ റഹീമൊക്കെ ഏതോ ഒരു മെട്രോ പില്ലറിൻ്റെ താഴെ വളരെ തണലത്താണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും തണലുള്ള ഒരിടത്ത് മാറി നിന്ന് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ചൂടിനെ പറ്റിയാണ് നിലവിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്താണ് ജില്ലയിലെ ഒരു അവസ്ഥ? പാലക്കാടേക്കും ഈ പറയുന്നത് പോലെ അവധിക്കാലമൊക്കെയാണ്. കുറേ ആളുകളൊക്കെ ഒന്ന് കണ്ടുകളയാം പാലക്കാട് എന്ന് പറഞ്ഞ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്താണ് ജില്ലയിൽ അത്രയധികം ചൂട്? 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെടുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ശ്യാമിലി, തീർച്ചയായും അത് തന്നെയാണ്. കാരണം 40 ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും മലമ്പുഴ, ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ മലമ്പുഴയിലടക്കം നിരവധി വിനോദ സഞ്ചാരികൾ ഈ അവധിക്കാലത്ത് വരേണ്ടതാണ്. എന്നാൽ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു ഗണ്യമായ കുറവ് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും ഉണ്ടായിട്ടുള്ളത്. ഭയങ്കരം, അതായത് പകൽ സമയങ്ങളിലാണ് ചൂട് തിളച്ച് മറയുന്നത്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് പാലക്കാട് ജില്ലയിലും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 40, അതേപോലെ തന്നെ
39, 38 ഡിഗ്രികളിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പാലക്കാട് ജില്ലയിലും കർശനമായ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ 3 മണി വരെ പകൽ സമയങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ തുറന്നായ സ്ഥലത്തൊന്നും ജോലി ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശം പാലക്കാട് ജില്ലയിലും നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഏറെ ദുഃഖകരമായ ഒരു സംഭവം പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാരണം അടുത്ത മാസം വിളവെടുക്കേണ്ട മീനുകൾ, വളർത്തു മീനുകളെല്ലാം ചത്തുപൊങ്ങുന്ന ഒരു സ്ഥിതി പുതുശ്ശേരി മറുവക്കാട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സുമതി മുരളീധരൻ്റെ ഉടമസ്ഥതയിലുള്ള വലിയൊരു കുളത്തിലെ നിരവധി മീനുകളാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ ചത്തുപൊങ്ങിയത്. വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. കാരണം 1.5 ലക്ഷത്തോളം രൂപയുടെ മീനുകളാണ് ചത്തുപൊങ്ങിയത് എന്നാണ് ഉടമസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് പാലക്കാട് ജില്ലയും കടന്നു പോകുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ജില്ലയിലെയും ചൂടുള്ളത്. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. ആ സമയത്ത് പോലും പാലക്കാട് ജില്ലയിലെ നഗരങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് കുറഞ്ഞതായിട്ടാണ് നമുക്ക് പല ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അത് ഈ ചൂട് കാരണം തന്നെയാണ്. എന്തായാലും എല്ലാ ഭാഗത്തെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ശക്തമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ന്യൂസ് മലയാളം പ്രേക്ഷകരോടും ശ്യാമിലി പറയുക, ചൂടാണ്, അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഞാൻ പറഞ്ഞിരിക്കും. എന്തായാലും സച്ചിൻ പറയുന്നത് പോലെ എല്ലാ പ്രേക്ഷകരും ചൂടാണ്, വലിയ ജാഗ്രത വേണം. അത്യാവശ്യം നന്നായി വെള്ളമൊക്കെ എല്ലാവരും കുടിക്കണം. ഒപ്പം വെയിലാറിയിട്ട് അല്പം ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന് തീരുമാനിക്കുകയും വേണം. വൈകുന്നേരമായി കഴിഞ്ഞാൽ വിഷു നമുക്ക് ഇത്തിരി പതുക്കെ കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായി ആഘോഷിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പാലക്കാട് നിന്ന് സച്ചിനും കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമുമാണ് വിവരങ്ങൾ നൽകിയത്.